നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് പൊട്ടിക്കരയണം ആദ്യം. കുറേ നേരം കരയണം ഗബ്രി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ വെച്ച് ആരും കാണാതെ രാത്രി 2 മണിക്കൂറോളം കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നീ ഹാൻഡിൽ ചെയ്യുന്ന രീതി കൊള്ളാമെന്ന്, നീ ഒരു സ്ട്രോങ് ആണെന്ന്. എൻ്റെ റിലേഷനിലുള്ളവരും എൻ്റെ വീട്ടുകാരും ഒക്കെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലെ വിഷമം, ബുദ്ധിമുട്ട്, മാനസികാവസ്ഥ എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ പുറത്ത് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കുറേ സങ്കടങ്ങളുണ്ട് ജാസ്മിൻ. പുറത്ത് എൻ്റെ മനസ്സൊന്ന് തുറക്കാനോ എൻ്റെ സങ്കടങ്ങളൊന്ന് പറയാനോ ഫ്രണ്ട്സായിട്ട് എനിക്കാരും തന്നെ ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. പുറത്തിറങ്ങിയിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ഗബ്രി മനസ്സിൽ തട്ടി സംസാരിക്കുന്നത് പോലെ തോന്നി. ഇണ പിരിയാൻ പറ്റാത്ത 2 ഇണക്കുരുവികൾ. അത്രമേൽ അടുത്തു പോയിരുന്നു ഇവർ രണ്ടുപേരും. ഇതിനു മുമ്പേ ഗബ്രിയുടെ ചില സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണോ, എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയിരുന്നു. രണ്ടാമത് ബിഗ് ബോസിലേക്ക് ഗബ്രി കടന്നു വന്നപ്പോൾ ഗബ്രിയിൽ പല മാറ്റങ്ങളുണ്ടായിരുന്നു. പല സമയത്തും പല സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാനാണ്, ചിലപ്പോൾ എനിക്ക് തോന്നും ജാസ്മിനോടുള്ള പ്രണയം അങ്ങേ അറ്റം ഗബ്രിയിൽ ഉറ്റി നിൽക്കുന്നുണ്ടെന്ന്. ജാസ്മിന് ഗബ്രിയോടുള്ളത് യഥാർത്ഥ സ്നേഹം തന്നെയാണ്. ജാസ്മിന് പുറത്തൊരു സോൾമേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ ജാസ്മിനെയും ഗബ്രിയെയും അംഗീകരിക്കുമായിരുന്നു. ഗബ്രിയുടെ കാര്യത്തിലാണ് ചെറിയൊരു ഡൗട്ട് നിലനിൽക്കുന്നത്. ഏതായാലും അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടു കൂടി തീരുമല്ലോ. ഇനി ഗെയിമിൻ്റെ ഭാഗങ്ങളൊന്നുമില്ലല്ലോ, യാഥാർത്ഥ്യം ഇനി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഇവർ വിവാഹം കഴിക്കുമായിരിക്കും.